എനിക്ക് ഏതൊരു നിമിഷത്തിലും ഖബറിലേക്ക് ടിക്കറ്റ് റെഡിയാണ്, സിയാറത്തിന് ഞാൻ റെഡിയായി നിൽക്കുന്നവനാണ് എന്നോർക്കുന്ന ഒരാൾക്ക് ഇത്തരം ലൈക്കുകൾക്ക് മനസ്സ് വരുമോ? അപ്പോൾ സിയാറത്തുൽ ഖബർ എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാത്തതിനാലാണ് ഇത്തരം ഇൽഹാ ശ്രദ്ധ തിരിഞ്ഞുപോവൽ സംഭവിക്കുന്നത്. ഈ ഇൽഹാ ശ്രദ്ധ തെറ്റൽ എന്നതിനുള്ള മറുമരുന്ന് എന്താണ് എന്നുകൂടി ആ ഒരൊറ്റ സൂക്തം കാണിച്ചു തരുന്നുണ്ട്. സിയാറത്തുൽ ഖുബൂർ എന്ന് പറയുന്നത് മനസ്സിൽ അലയടിച്ചാൽ ഇൽഹാ അലയടിക്കുന്നതല്ല. എപ്പോഴാണ് കടലിൽ തിരമാലകൾ വരുന്നത്? അത് കാറ്റുകൾ അതിന്മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ്. അല്ലെങ്കിൽ ജലകണികകൾ അവിടെ ശാന്തമായി നിന്നുകൊള്ളൂ. അതുമല്ലെങ്കിൽ ചന്ദ്രൻ വേലിയേറ്റം സൃഷ്ടിക്കുമ്പോഴാണ് ജലകണികകൾ അവർ ക്ഷുഭിതരായിത്തീരുന്നത്, കടൽക്ഷോഭമുണ്ടാകുന്നത്. എന്ന പോലെ തകാസുർ എന്ന് പറയുന്നത് അലയടിക്കുമ്പോൾ നാം അതിനെ ബ്ലോക്ക് ചെയ്യാൻ മറുമരുന്നായി ഉപയോഗിക്കേണ്ടത് ഈ ഒരു ഫിക്രത്ത് ആണ്. എന്ത്? എനിക്കുണ്ടല്ലോ ഉടനടി സിയാറത്തുൽ ഖബർ, എൻ്റെ ഖബർ ശ്മശാനത്തിലേക്കുള്ള സഞ്ചാരം അതിവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ. ഈ ഒരു ചിന്ത അത് വെള്ളം ഫയർ സർവീസുകാർ കത്തുന്ന സ്ഥലത്തെ കെടുത്താൻ ഉപയോഗിക്കുന്നത് പോലെ തകാസുർ വാസനയെ കെടുത്താൻ അത് സഹായകമാകും. അത് ചിന്തയിലൂടെ തന്നെ ഈ കാട്ടുതീ കെടുത്തുന്ന പരിപാടിയാണ്. എന്നാൽ ക്രിയയിലൂടെ തന്നെയും കെടുത്താം. അതെങ്ങനെയാണ്? അൽഹാകുമുത് തകാസുർ, ഇങ്ങനെ വിവാഹ നിശ്ചയത്തിൻ്റെയും ജന്മദിനാഘോഷത്തിൻ്റെയും സമ്മാനം നൽകലിൻ്റെയും ബേബി ഷവറിൻ്റെയും അങ്ങനെയുള്ള സ്വകാര്യ നിമിഷങ്ങളെ കാഴ്ച വസ്തുവാക്കിക്കൊണ്ട് ലൈക്ക് സമ്പാദനത്തിൻ്റെ കാട്ടുതീ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ക്രിയാപരമായി കെടുത്തിക്കളയൽ എങ്ങനെയാണ്? ഹത്താ സുർത്തുമുൽ മഖാബിർ, ആ ഒരു വൈകാരിക തരംഗങ്ങൾ ഉള്ളിൽ കിടന്ന് മറിയുമ്പോൾ അത് കെടുത്താനായി ഉടനെ ഇറങ്ങിത്തിരിക്കുക അവനവൻ്റെ തൊട്ടടുത്തുള്ള ശ്മശാനത്തിലേക്ക്. അതാണ് ഹത്താ സുർത്തുമുൽ മഖാബിർ. ഫയർ സർവീസുകാർ കത്തുന്ന ഇടത്തേക്ക് ഫയർ സർവീസിൻ്റെ വലിയ വാഹനവുമായി ഓടുന്നത് പോലെ തകാസുർ രോഗം ബാധിച്ച ആൾ അതിന് ശമനം തേടിക്കൊണ്ട് തൊട്ടടുത്ത ഖബർസ്ഥാനിലേക്ക് ഒരു സിയാറത്ത് പോവുക. അത് രാത്രിയായാലും ശരി, പകലിലായിരുന്നാലും ശരി, ഉടനെ ഓടിയെത്തുക. അപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? നൂറുകണക്കിൽ മരണപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ സ്വപ്നങ്ങൾ പലതും പൂവണിയാതെ കത്തിപ്പോയ കാഴ്ചയാണ്. ഓരോ ഖബറിലുമുള്ളത് ആരായിരുന്നു? ഓരോ മോഹികളായിരുന്നു, ഓരോ ദാഹികളായിരുന്നു. അവർക്കൊക്കെയും അവരുടെ മോഹങ്ങളും ദാഹങ്ങളും സഫലമായോ? ഇല്ല, പലതും എരിഞ്ഞുപോയി. കാരണം എന്തുകൊണ്ട്? അവരെ ആ മോഹം സാക്ഷാത്കരിക്കപ്പെടുന്നതിന് മുമ്പ് മരണം മാടി വിളിച്ചു. അങ്ങനെ ഉള്ള സ്വപ്നങ്ങൾ കെട്ടുപോയ അനേകമായിരം ആളുകൾ കിടക്കുന്ന പറമ്പ് കണ്ടുകഴിഞ്ഞാൽ ഇവർക്ക് കൂട്ടത്തിൽ ഒരുവൻ ഞാനും ആവുകയാണല്ലോ, ഈ ഒരു വിചാരം തട്ടലോടുകൂടെ ഈ തകാസുർ, ആ വാസന അവിടെ അവസാനിക്കും. അതാണ് മറുമരുന്ന്. ഇത് ക്രിയാരൂപത്തിലുള്ള ചികിത്സയാണ്. അതും അള്ളാഹു തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇൽഹാ നടന്നുകൊണ്ടിരിക്കും. ഏതുവരെ ഇൽഹാ നടന്നുകൊണ്ടിരിക്കും? നിങ്ങൾ ഖബർ സിയാറത്തിന് പോകുന്നതുവരെ. അഥവാ നിങ്ങൾ ഖബർ സിയാറത്തിന് പോയാൽ ഇൽഹാ സ്റ്റോപ്പ്.
അതവിടെ നിൽക്കും. പക്ഷേ ഖബറുകൾ ചെല്ലുന്ന അവസരത്തിൽ എന്തു വേണം? ഒരു ചടങ്ങ് എന്ന രൂപത്തിൽ പോയി പോന്നാൽ പോരാ, മറിച്ച് ആ നിൽപ്പ്, ഖബറിടങ്ങളിലുള്ള നിൽപ്പ്, അത് തദബ്ബുറിൻ്റെ നിൽപ്പായിരിക്കണം, ആലോചന നിമഗ്നരായും കൊണ്ടുള്ള നിൽപ്പായിരിക്കണം. അവിടെ ചെലവഴിക്കുന്നത് ഇതേ ഗതി എനിക്കും, ഇന്നു നീ നാളെ ഞാൻ, ഈ ഒരു നിൽപ്പോടുകൂടെ ആയിട്ടുള്ള സിയാറത്താകുമ്പോഴേ ഇത് ഒരു ശിഫാവ് ആയിത്തീരുകയുള്ളൂ. ആ ഒരു നിൽപ്പ്, തദബ്ബുറിൻ്റെ നിൽപ്പാകൽ എന്തുകൂടി അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് അവരുടെ തലക്കും പുറത്ത് നിന്നുകൊണ്ട് അവരിലേക്ക് വിശുദ്ധ ഖുർആനിനെ ഓതി അവർക്ക് സമർപ്പിക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഈ സന്ദർശനം ഡബിൾ ഫലമുള്ളതായിത്തീരുന്നത്. കേവലം ചെന്നു നിന്ന് തദബ്ബുറിൽ അവസാനിപ്പിച്ചാൽ ആ സിയാറത്ത് ഒരു പകുതി ഫലം കാഴ്ചവെച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. അതതിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹാൻഡ് ഓവറിങ് നടക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കാനുള്ളത് അങ്ങോട്ട് കൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വല്ലതും തരാൻ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അത് അവർ ഇങ്ങോട്ടും കൈമാറുക. അപ്പോഴാണ് ഈ വിസിറ്റിങ് അതതിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേരുന്നത്. നാം ഉള്ളത് ഇക്കോണമി ചർച്ച ചെയ്യാനാണല്ലോ, ഇസ്ലാമിക് ഇക്കോണമി. ഇസ്ലാമിക് ഇക്കോണമി എന്ന് പറയുന്നത് അത് ഭൗതികമായിട്ടുള്ള കുറേ ബോണ്ടുകളുടെ ആർജിക്കൽ മാത്രമല്ല, മറിച്ച് അഭൗതികമായ കുറേ ബോണ്ടുകളുടെ ആർജനം കൂടിയതാണ് ഇസ്ലാമിക് എക്കോണമി എന്ന് പറയുന്നത്.